TKTSPSCയിലേക്ക് സ്വാഗതം. ഡിസംബർ 23 നടന്ന കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കുള്ള ഓഫീസ് അസിസ്റ്റന്റ് എക്സാമിന്റെ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 10 ക്വസ്റ്റ്യൻസ് ജനറൽ ആയിട്ട് വരുന്നുള്ളൂ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ദ മുണ്ട റിവോൾട്ട്? First statement, the Munda revolt took place in 1899 to 1900. Second statement, Birsa Munda was the leader of the Munda revolt. Third statement, Northwest India was the center of the Munda revolt. അപ്പോൾ മുണ്ട കലാപവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ഓപ്ഷൻസ് നോക്കാം. എ ഓൺലി 1 and 2, ബി ഓൺലി 1, സി ഓൾ ഓഫ് ദ എബവ്, ഡി ഓൺലി 2 and 3. അപ്പം ആൻസർ വരിക ഓപ്ഷൻ എ ആണ്, ഓൺലി 1 and 2. അതായത് ദ മുണ്ട റിവോൾട്ട് ടുക്ക് പ്ലേസ് ഇൻ 1899 to 1900. മുണ്ട കലാപം നടന്നത് 1899 മുതൽ 1900 വരെ കാലഘട്ടത്തിലാണ്. ബിർസ മുണ്ട വാസ് ദ ലീഡർ ഓഫ് ദ മുണ്ട റിവോൾട്ട്. മുണ്ട വിപ്ലവത്തിന്റെ നേതാവ് ബിർസ മുണ്ട ആയിരുന്നു. ഈ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയേഴ്സ് ആർ കറക്റ്റ്ലി മാച്ച്ഡ്? ഫസ്റ്റ് ജാൻസി റാണി ലക്ഷ്മിബായ്, സെക്കൻഡ് കാൺപൂർ ശ്യാമൽ, തേർഡ് ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. താഴെ കൊടുത്തിരിക്കുന്ന കറക്റ്റായ പെയേഴ്സ് ആണ് ചോദിച്ചത്. ഓപ്ഷൻസ് എ ഓൺലി 1 and 3, ബി ഓൾ ഓഫ് ദ എബവ്, സി ഓൺലി 2 and 3, ഡി ഓൺലി 1 and 2. ആൻസർ വരിക ഓപ്ഷൻ എ ആണ്, 1 and 3. ജാൻസി റാണി ലക്ഷ്മിബായ് കറക്റ്റ് ആണ്. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള കറക്റ്റ് ആണ്. Third question, consider the following events. First one, Round Table Conference. Second, Swadeshi Movement. Third, Gadar Movement. The correct chronological sequence of these events is options A 1 2 3, B 2 3 1, C 3 2 1, D 2 1 3. റൗണ്ട് ടേബിൾ കോൺഫറൻസ്, സ്വദേശി മൂവ്മെന്റ്, ഗദാർ മൂവ്മെന്റ്, ഇതിന്റെ ശരിയായ കാലഗണനക്രമമാണ് ചോദിച്ചത്. ആൻസർ വരെ ഓപ്ഷൻ ബി ആണ്, 2 3 1. ആദ്യം നടന്നത് സ്വദേശി മൂവ്മെന്റ്, പിന്നെ ഗദാർ മൂവ്മെന്റ്, ലാസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, നെയിം ഓഫ് സം ഓഫ് ദ റിവേഴ്സ് ആർ ഗിവൺ ബിലോ. ഫൈൻഡ് ഔട്ട് ഇറ്റ്സ് കറക്റ്റ് ഓർഡർ ഫ്രം സൗത്ത് ടു നോർത്ത്. ഫസ്റ്റ് മഹാനദി, സെക്കൻഡ് ഗോദാവരി, തേർഡ് കാവേരി. ഓപ്ഷൻസ് എ 1 2 3, ബി 2 3 1, സി 3 2 1, ഡി 2 1 3. സൗത്തിൽ നിന്നും നോർത്തിലേക്ക് ഒഴുകുന്നത് അനുസരിച്ചിട്ട് ഇതിനെ ഓർഡറിലാക്കാനാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 3 2 1. ആദ്യം കാവേരി, പിന്നെ ഗോദാവരി, ലാസ്റ്റ് മഹാനദി. Fifth question, which of the following statement are correct about the Planning Commission? First, the Planning Commission was constituted in 1951. Second, Jawaharlal Nehru was the first chairman of Planning Commission. Third, in 2015, the Planning Commission was replaced by Niti Aayog. Planning Commission കുറിച്ചുള്ള ശരിയായ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ചോദിച്ചത്. ഓപ്ഷൻസ് എ ഓൺലി 1 and 2, ബി ഓൾ ഓഫ് ദ എബവ്, സി ഓൺലി 1 and 3, ഡി ഓൺലി 2 and 3. ആൻസർ വരിക ഓപ്ഷൻ ഡി ആണ്, 2 and 3. അതായത് ജവഹർലാൽ നെഹ്റു വാസ് ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ. ശരിയാണ്. ഇൻ 2015 ദ പ്ലാനിംഗ് കമ്മീഷൻ വാസ് റീപ്ലേസ്ഡ് ബൈ നീതി ആയോഗ്. 2015 പ്ലാനിംഗ് കമ്മീഷനെ നീതി ആയോഗ് റീപ്ലേസ് ചെയ്തു. സിക്സ്ത് ക്വസ്റ്റ്യൻ, among the pairs given below which are correct? 1 ചമ്പാരൻ രാജ്കുമാർ ശുക്ല, 2 ജാലിയൻവാല ബാഗ് മാസക്കർ, ഹണ്ടർ കമ്മീഷൻ, 3 സിംല കോൺഫറൻസ്, ലോർഡ് മൗണ്ട് ബാറ്റൻ. ഓപ്ഷൻസ് എ 1 and 2, ബി 1 and 3, സി ഓൾ ഓഫ് ദ എബവ്, ഡി ഓൺലി 2 and 3. ആൻസർ വരിക ഓപ്ഷൻ എ ആണ്, 1 and 2. ചമ്പാരൻ രാജ്കുമാർ ശുക്ല, ജാലിയൻവാല ബാഗ്, ഹണ്ടർ കമ്മീഷൻ. Seventh question, which of the following statement are correct about Dada Saheb Phalke Award? First statement, Dada Saheb Phalke Award has instituted in 1959. 2, Devika Rani was the first recipient of Dada Phalke Award. 3, Malayalam film star Mohanlal has won Dada Phalke Award of 2023. Options A only 1 and 3, B only 2 and 3, C only 1 and 2, D all of the above. കറക്റ്റ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡുമായി ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചത്. ആൻസർ വരെ ഓപ്ഷൻ ബി ആണ്, ഓൺലി 2 and 3. ദേവിക റാണി വാസ് ദ ഫസ്റ്റ് റെസിപ്പിയന്റ് ഓഫ് ദാദാ ഫാൽക്കെ അവാർഡ്. Malayalam film star Mohanlal has won Dada Phalke Award of 2023. Eighth question, choose the correct chronological order of the events given below. 1, the Temple Entry Proclamation. 2, Palyam Satyagraha. 3, Vaikam Satyagraha. Correct chronological order ആണ് ചോദിച്ചത്. ഓപ്ഷൻസ് എ 1 2 3, ബി 1 3 2, സി 3 2 1, ഡി 3 1 2. ആൻസർ വരിക ഓപ്ഷൻ ഡി ആണ്, 3 1 2. ആദ്യം വൈക്കം സത്യാഗ്രഹമാണ് നടന്നത്, പിന്നെ ദ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, ലാസ്റ്റ് പാലിയം സത്യാഗ്രഹം. Ninth question, which of the following statement are correct about Sri Narayana Guru? First statement, Sri Narayana Guru consecrated a lamb in the Kavamukku temple in Thrissur. 2, at Murikkumpuzha, Guru consecrated a Shiva idol. 3, at Kalavangodu temple, Guru consecrated a mirror. Options A only 1 and 2, B only 1 and 3, C only 2 and 3, D all of the above. ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ച് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചത്. ഒന്നാമത്തേത് ശ്രീനാരായണ ഗുരു കവമുക്ക് ടെമ്പിളിൽ വിളക്ക് പ്രതിഷ്ഠ നടത്തി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മുരിക്കുംപുഴയിൽ ശിവപ്രതിഷ്ഠ നടത്തി. കളവങ്കോട് ടെമ്പിളിൽ കണ്ണാടി പ്രതിഷ്ഠ നടത്തി എന്നുള്ളതാണ്. ആൻസർ വരിക ഓപ്ഷൻ ബി ആണ്, ഓൺലി 1 and 3. ശ്രീനാരായണ ഗുരു കോൺസിക്രേറ്റഡ് എ ലാംബ് ഇൻ ദ കവമുക്ക് ടെമ്പിൾ ഇൻ തൃശൂർ. അറ്റ് കളവങ്കോട് ടെമ്പിൾ ഗുരു കോൺസിക്രേറ്റഡ് എ മിറർ. ഇതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. 10th question, among the pairs given below which are correctly matched? First one, വൈക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി. സെക്കൻഡ്, വൈകുണ്ഠ സ്വാമികൾ അരുൾനൂൽ. തേർഡ്, സഹോദരൻ അയ്യപ്പൻ സുജന നന്ദിനി. ഓപ്ഷൻസ് all of the above, B only 1 and 3, C only 2 and 3, D only 1 and 2. ആൻസർ വരിക ഓപ്ഷൻ ഡി ആണ്, 1 and 2. വൈക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി, വൈകുണ്ഠ സ്വാമികൾ അരുൾനൂൽ. നമ്മുടെ SCRT സീരീസിൽ 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 7ാമത്തെ പാഠം മനുഷ്യ ശരീരം ഒരു വിസ്മയം. രക്തപര്യനം, വിസർജനം, നാഡീയ ഏകോപനം. അതിൽ ആദ്യം രക്തപര്യന വ്യവസ്ഥ അല്ലെങ്കിൽ സർക്കുലേറ്ററി സിസ്റ്റം. ചെറുകുടലിലെ വില്ലസുകൾ ആഗിരണം ചെയ്യുന്ന പോഷകഘടകങ്ങളും ശ്വസനഫലമായി ലഭിക്കുന്ന ഓക്സിജനും കോശങ്ങളിൽ എത്തും.
ഈ ധർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നത് രക്തമാണ്. രക്തം, രക്തക്കുഴലുകൾ, ഹൃദയം എന്നിവ ചേർന്ന സംവിധാനമാണ് രക്തപര്യന വ്യവസ്ഥ. സർക്കുലേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ രക്തപര്യന വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നവയാണ് രക്തം, രക്തക്കുഴലുകൾ, ഹൃദയം. ഹൃദയത്തിൽ നിന്ന് ഓക്സിജനും പോഷകങ്ങളും അടങ്ങിയ രക്തം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നതും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന രക്തം ഹൃദയത്തിൽ തിരിച്ചെത്തിക്കുന്നതുമാണ് രക്തപര്യന വ്യവസ്ഥയുടെ ഒരു പ്രധാന ധർമ്മം. ഇനി മനുഷ്യരക്തം. നമ്മുടെ രക്തത്തിന്റെ നിറം ചുവപ്പ് നിറമാണ്. ഇതിന് കാരണം ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന വർണ്ണകമാണ്. ഹീമോഗ്ലോബിന്റെ പ്രധാന ഘടകങ്ങൾ ഇരുമ്പും പ്രോട്ടീനുമാണ്. ഇരുമ്പടങ്ങിയ ചില ഭക്ഷ്യവസ്തുക്കൾക്ക് എക്സാമ്പിൾസ് ആണ് ഈന്തപ്പഴം, കോഴിമുട്ട, ഇലക്കറികൾ, മുരിങ്ങയില, ചീര തുടങ്ങിയ ഇലക്കറികൾ. ശ്വാസകോശത്തിൽ നിന്ന് കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുകയും കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ശ്വാസകോശത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതിൽ രക്തത്തിലെ ഹീമോഗ്ലോബിൻ പ്രധാന പങ്ക് വഹിക്കുന്നു. ശ്വാസകോശത്തിൽ നിന്ന് കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുക, കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ ശ്വാസകോശത്തിലേക്ക് എത്തിക്കുക. ഇതാണ് ഹീമോഗ്ലോബിൻ്റെ ഒരു പ്രധാന ധർമ്മം. ഇനി രക്തത്തിലെ പ്രധാന ഘടകങ്ങൾ. രക്തത്തിലെ 3 രക്തകോശങ്ങളും പ്ലാസ്മയാണുള്ളത്. പ്ലാസ്മ എന്ന് പറയുന്ന രക്തത്തിന്റെ ദ്രാവക ഭാഗമാണ്. ഇളം മഞ്ഞ നിറമാണ്. ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ എത്തിക്കുന്നത് പ്ലാസ്മയാണ്. ഇനി രക്തകോശങ്ങളാണ് ചുവന്ന രക്തകോശം, വെളുത്ത രക്തകോശം, പ്ലേറ്റ്ലെറ്റ് രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നു. ചുവന്ന രക്തകോശം റെഡ് ബ്ലഡ് കോർപ്പസൽസ് അല്ലെ റെഡ് ബ്ലഡ് സെൽസ്, RBC എന്ന് ഷോർട്ടായിട്ട് പറയും. ഡിസ്കിന്റെ ആകൃതിയാണ്, മർമ്മ ഇല്ല. ഹീമോഗ്ലോബിൻ RBCയുടെ പ്രതലത്തിലാണ് കാണപ്പെടുക. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ വിനിമയം, അതാണ് RBCയുടെ ധർമ്മം. മറ്റൊന്ന് വെളുത്ത രക്തകോശം അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസ്, WBC. നിശ്ചിത ആകൃതിയില്ല, മർമ്മമുണ്ട്, രോഗാണുക്കളെ നശിപ്പിക്കുകയാണ് ധർമ്മം. പ്ലേറ്റ്ലെറ്റ്, ത്രോംബോസൈറ്റ്സ് എന്നും അറിയപ്പെടും, രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കും. ഇനി രക്തപര്യനം. രക്തക്കുഴലുകളിലൂടെ രക്തം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. വിവിധ തരത്തിലുള്ള രക്തക്കുഴലുകൾ ഏതൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. ധമനികൾ, സിരകൾ, ലോമികകൾ. ധമനികൾ ആർട്ടറീസ്, സിരകൾ വെയിൻസ്, ലോമികകൾ കാപ്പിലറീസ്. ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ കൂടുതൽ അടങ്ങിയ രക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കുഴലുകളാണ് ധമനികൾ അല്ലെങ്കിൽ ആർട്ടറീസ്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ കലർന്ന രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന കുഴലുകളാണ് സിരകൾ അല്ലെങ്കിൽ വെയിൻസ്. കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ കലർന്ന രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന കുഴലുകളാണ് സിരകൾ. ആ സിരകളാണ് നമുക്ക് പ്രകടമായിട്ട് നമ്മുടെ കൈകാലുകളിലൊക്കെ കാണാൻ പറ്റുന്നത്. സിരകളെയും ധമനികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത രക്തക്കുഴലുകളാണ് ലോമികകൾ അല്ലെങ്കിൽ കാപ്പിലറീസ്. അപ്പോൾ 3 തരത്തിലുള്ള രക്തക്കുഴലുകളാണ് ധമനികൾ, സിരകൾ, ലോമികകൾ. ഇനി ഹൃദയം. രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ഹൃദയം. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം പമ്പ് ചെയ്യുന്നത് ഹൃദയമാണ്. ഹൃദയത്തിന്റെ സ്ഥാനം ഔരസാശയത്തിൽ ശ്വാസകോശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. വാരിയെല്ലുകളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഹൃദയത്തിന് ഒരാളുടെ കൈമുഷ്ടിയോളം വലിപ്പമുണ്ട്. ഹൃദയത്തെ ആവരണം ചെയ്ത് ഇരട്ട സ്തരമുണ്ട്. അതിൻ്റെ പേരാണ് പെരികാർഡിയം. മനുഷ്യ ഹൃദയത്തിന് 4 അറകളുണ്ട്. എല്ലാ ജീവികളുടെ ഹൃദയത്തിനും 4 അറകളില്ല. ചില ജീവികൾ അവയുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണമാണ് ഇനി പറയുന്നത്. മണ്ണിരയാണെങ്കിൽ 5 ജോഡി പാർശ്വഹൃദയങ്ങളാണുള്ളത്. പാറ്റയ്ക്കാണെങ്കിൽ 13 അറകളാണുള്ളത്. മത്സ്യത്തിന് 2 അറകളാണുള്ളത്. തവളയ്ക്ക് 3 അറയുണ്ട്. പക്ഷികൾക്ക് 4 അറകളാണുള്ളത്. അപ്പം മണ്ണിരയ്ക്ക് 5 ജോഡി പാർശ്വഹൃദയങ്ങളാണ്. പാറ്റയ്ക്ക് 13 അറയുണ്ട്. മത്സ്യത്തിന് 2 അറയാണ്. തവളയ്ക്ക് 3 അറയുണ്ട്. പക്ഷികൾക്ക് 4 അറ. അപ്പോൾ ഹൃദയത്തെ ആവരണം ചെയ്യുന്ന ഇരട്ട സ്തരമാണ് പെരികാർഡിയം. ഹൃദയസ്പന്ദനം. ഹൃദയം ഒരു പ്രാവശ്യം സങ്കോചിക്കുകയും പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നതാണ് ഹൃദയസ്പന്ദനം അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ്. ആരോഗ്യമുള്ള ഒരാളുടെ ഹൃദയം മിനിറ്റിൽ 72 പ്രാവശ്യം സ്പന്ദിക്കും. ഇതാണ് ഹൃദയസ്പന്ദന നിരക്ക്. ഹൃദയസ്പന്ദനത്തിന്റെ ഫലമായി ധമനികളിൽ തരംഗചലനം ഉണ്ടാകുന്നതാണ് പൾസ്. ഹൃദയസ്പന്ദന നിരക്കും പൾസിന്റെ നിരക്കും തുല്യമായിരിക്കും. ഹൃദയം ഒരു പ്രാവശ്യം സങ്കോചിക്കുകയും പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നതാണ് ഹൃദയസ്പന്ദനം. ആരോഗ്യമുള്ള ഒരാളുടെ ഹൃദയസ്പന്ദന നിരക്ക് മിനിറ്റിൽ 72 പ്രാവശ്യമായിരിക്കും. ഹൃദയസ്പന്ദനത്തിന്റെ ഫലമായി ധമനികളിൽ തരംഗചലനം ഉണ്ടാകുന്നതാണ് പൾസ്. ഹൃദയസ്പന്ദന നിരക്കും പൾസും തുല്യമായിരിക്കും. ഇനി ഹൃദയസ്പന്ദനം പരിശോധിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. റെനെ ലെനക് ആണ് സ്റ്റെതസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചത്. ഇനി ഹൃദയത്തിന്റെ ആരോഗ്യം നിലനിർത്താനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പുകവലി, മദ്യപാനം ഇതൊക്കെ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ തകരാറിലാക്കുന്നതാണ്. അപ്പോൾ ഹൃദയത്തിന്റെ ആരോഗ്യം
തകരാറിലാക്കുന്ന കാര്യങ്ങൾ ആണ് പറയുന്നത്. പുകവലി, മദ്യപാനം എന്നിവ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ തകരാറിലാക്കും. വ്യായാമം ചെയ്തില്ലെങ്കിൽ ഹൃദയാരോഗ്യം തകരാറിലാകും. ജീവിതശൈലി രോഗങ്ങൾ, കൂടുതൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണം സ്ഥിരമായി കഴിക്കുന്നതൊക്കെ ഹൃദയാരോഗ്യത്തെ ബാധിക്കുന്നതാണ്. ഇനി മുറിവുണ്ടായാൽ നമ്മൾ എന്തൊക്കെ പ്രഥമ ശുശ്രൂഷയാണ് ചെയ്യേണ്ടതെന്ന്. ശുദ്ധജലം ഉപയോഗിച്ച് മുറിവ് വൃത്തിയാക്കുക. മുറിവിൽ അമർത്തി പിടിക്കുക. കയ്യിലാണ് മുറിവെങ്കിൽ കൈ ഉയർത്തി പിടിക്കുക. രക്തപ്രവാഹം നിലയ്ക്കുന്നില്ലെങ്കിൽ ശുദ്ധമായ തുണിയോ ബാൻഡേജോ കൊണ്ട് മുറിവ് പൊതിഞ്ഞു കെട്ടുക. വേഗത്തിൽ വൈദ്യസഹായം ലഭ്യമാക്കുക. ഇനി ഹൃദയം മാറ്റിവെക്കൽ. ഗുരുതരമായ ഹൃദ്രോഗമുള്ളവർക്കാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താറുള്ളത്. മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തിയുടെ ഹൃദയം എടുത്ത് രോഗിയിൽ വെച്ച് പിടിപ്പിക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. 1967 ഡോക്ടർ ക്രിസ്ത്യൻ ബർണാർഡാണ് ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയത്. 1967 ഡോക്ടർ ക്രിസ്ത്യൻ ബർണാർഡാണ് ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ഉണ്ട്. രാജ്യത്ത് ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ നടത്തിയ ജില്ലാ ആശുപത്രിയാണ് എറണാകുളം ജനറൽ ആശുപത്രി. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്ന രാജ്യത്തെ ആദ്യ ജില്ലാ ആശുപത്രിയാണ് എറണാകുളം ജനറൽ ആശുപത്രി. ഇനി രക്തദാനം, മഹാദാനം. ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ ഏകദേശം 5.5 ലിറ്റർ വരെ രക്തം ഉണ്ടാകും. 18 വയസ്സ് കഴിയുമ്പോൾ ഒരു സാമൂഹിക സേവനം എന്ന നിലയിൽ ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് രക്തം ദാനം ചെയ്യാം. ആൾക്ക് പ്രത്യേകിച്ച് പകർച്ചവ്യാധികളോ മറ്റ് അസുഖങ്ങളോ ഇല്ലാത്ത ആരോഗ്യവാനായ ഒരു വ്യക്തിക്ക് 18 വയസ്സ് കഴിയുമ്പോൾ രക്തം ദാനം ചെയ്യാം. ഇനി അടുത്തത് വിസർജന വ്യവസ്ഥ അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി സിസ്റ്റം ആണ്. ജീവൽ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന യൂറിയ, അധികമുള്ള ജലം, ലവണങ്ങൾ തുടങ്ങിയവ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന പ്രക്രിയയാണ് വിസർജനം അല്ലെങ്കിൽ എക്സ്ക്രീഷൻ. വൃക്കകൾ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജനാവയവമാണ് വൃക്കകൾ. ഇവ മനുഷ്യ ശരീരത്തിലെ അരിപ്പകളായി പ്രവർത്തിക്കുന്നു. പയർവിത്തിന്റെ ആകൃതിയാണ് വൃക്കകൾക്കുള്ളത്. ഉദരാശയത്തിൽ നട്ടെല്ലിന്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്നത് വൃക്കാധമനിയാണ്. വൃക്കാധമനി വഴി എത്തുന്ന രക്തത്തിലെ യൂറിയ ഒരു വിസർജ്യ വസ്തുവാണ്. ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റു ഘടകങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും. എന്നാൽ അരിക്കലിന് ശേഷം സിരയിലൂടെ തിരിച്ചു പോകുന്ന രക്തത്തിൽ യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റു ഘടകങ്ങൾ എന്നിവയുടെ അളവ് താരതമ്യേന കുറവായിരിക്കും. ഇത്തരത്തിൽ വൃക്കയിൽ അരിക്കലിന് വിധേയമായ രക്തത്തിലെ മാലിന്യങ്ങൾ മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു. ശരിയായ അളവിൽ ജലം, ലവണങ്ങൾ എന്നിവ ശരീരത്തിൽ നിലനിർത്തുന്നതിൽ വൃക്കകൾ പ്രധാന പങ്ക് വഹിക്കുന്നു. ആരോഗ്യമുള്ള ഒരാളുടെ വൃക്കകൾ ഒരു ദിവസം ശരാശരി 1.5 ലിറ്റർ മൂത്രം ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ വൃക്കകളുടെ ആകൃതി പയർവിത്തിന്റെ ആകൃതിയാണ്. ഉദരാശയത്തിലെ നട്ടെല്ലിന് ഇരുവശത്തുമായിട്ട് സ്ഥിതി ചെയ്യുന്നു. വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴൽ വൃക്കാധമനിയും വൃക്കയിൽ നിന്ന് രക്തം തിരിച്ചു കൊണ്ടുപോകുന്നത് വൃക്കാസിരയുമാണ്. ഇനി വൃക്കയുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യങ്ങൾ പുകവലി, മദ്യപാനം, ഉപ്പിൻ്റെ അമിത ഉപയോഗം, അനാവശ്യമായ മരുന്നിൻ്റെ ഉപയോഗം, പിന്നെ വെള്ളം കുടിക്കുന്നത് കുറയുന്നത്. അതുകൊണ്ട് ദിവസവും ഏകദേശം 12 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം. കൃത്രിമ പാനീയങ്ങളുടെ അമിത ഉപയോഗം, വ്യായാമം ചെയ്യാതിരിക്കുന്നത്, ഇതൊക്കെ വൃക്കകളുടെ ആരോഗ്യത്തെ ബാധിക്കും. ഇനി വൃക്ക മാറ്റിവെക്കൽ. ആരോഗ്യമുള്ള ദാതാവിൽ നിന്ന് ഒരു വൃക്കയെടുത്ത് 2 വൃക്കകളും തകരാറിലായ ഒരാളിലേക്ക് വെച്ച് പിടിപ്പിക്കുന്നതാണ് വൃക്ക മാറ്റിവെക്കൽ അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. വൃക്ക സ്വീകരിക്കുന്ന വ്യക്തിയുടെയും നൽകുന്ന വ്യക്തിയുടെയും രക്തഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള പരിശോധനാ ഫലങ്ങൾ യോജിച്ചാൽ മാത്രമേ വൃക്ക മാറ്റിവെക്കൽ സാധ്യമാകൂ. 18 വയസ്സ് പൂർത്തിയായ ആരോഗ്യമുള്ള ഏതൊരാൾക്കും വൃക്കകളിൽ ഒന്ന് ദാനം ചെയ്യാം. ഇനി വൃക്കയുടെ പ്രവർത്തനം തകരാറിലായ ഒരാളുടെ ജീവൻ രക്ഷിക്കാനുള്ള താൽക്കാലിക മാർഗമാണ് ഡയാലിസിസ്. മറ്റ് വിസർജനാവയവങ്ങൾ. ത്വക്കാണ് ഒന്ന്. വിയർപ്പ്. ത്വക്കിലെ സ്വേദഗ്രന്ഥികളാണ് വിയർപ്പ് ഉണ്ടാക്കുന്നത്. ശരീരത്തിൽ അധികമുള്ള ജലവും ലവണങ്ങളും വിയർപ്പിലൂടെ പുറത്തു പോകുന്നു. വിയർപ്പ് ബാഷ്പമായി മാറാൻ വേണ്ട താപം നമ്മുടെ ശരീരത്തിൽ നിന്നെടുക്കുന്നു. ഇങ്ങനെ നമ്മുടെ ശരീര താപനില ക്രമീകരിച്ച് നിർത്താൻ വിയർക്കൽ സഹായിക്കുന്നു. ശരീരത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുക, സ്പർശം അറിയുക എന്നിവ ത്വക്കിന്റെ ധർമ്മങ്ങളാണ്. ഇനി ശ്വാസകോശം. കോശങ്ങളിൽ നിന്ന് എത്തുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നത് ശ്വാസകോശം വഴിയാണ്. കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. രക്തത്തിലൂടെ എത്തുന്ന ഹാനികരമായ രാസവസ്തുക്കളെ ഇത് നശിപ്പിക്കുന്നു. കൂടാതെ കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ ആവശ്യമായ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നു. പോഷകഘടകങ്ങൾ വിഘടിക്കുമ്പോൾ ശരീരത്തിന് ഹാനികരമായ അമോണിയ ഉണ്ടാകുന്നു. ഇതിനെ താരതമ്യേന ഹാനികരമല്ലാത്ത യൂറിയാക്കി മാറ്റുന്നത് കരളാണ്. ഇനിയുള്ളത് നാഡീവ്യവസ്ഥയാണ്. നാഡീവ്യവസ്ഥയെക്കുറിച്ച്
10ാം ക്ലാസ്സിലെ SCRT ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. ഈ പാഠത്തിൽ ഇനി PSCക്ക് ആവശ്യമായിട്ടുള്ള ഒരു പോയിന്റ് വരുന്നത് ചൈൽഡ് ലൈൻ നമ്പറാണ് 1098. അതാണ് ചൈൽഡ് ലൈൻ നമ്പർ.